ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി, ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച്, അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. CPM നേതാക്കന്മാർ SFIയെ നിയന്ത്രിക്കണം. കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിൻ്റെ പേരിലാണ് ഇത് നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ. അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം VC-മാരില്ല. അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും VC-മാരും തമ്മിൽ, താൽക്കാലിക VC-മാരും തമ്മിൽ ഭയങ്കരമായ പ്രശ്നമാണ്. കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത്. വിദ്യാഭ്യാസം തന്നെ തകരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാഡമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നിസ്സാര കാര്യത്തിന് വേണ്ടി ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിൻ്റെ പേര് ആകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ്. എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇത്രയും വലിയ വൃത്തികേട് ഇവർ കാണിച്ചിട്ട് വടി വാങ്ങിച്ച്, പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ലുകയാണ്. എന്നിട്ട് നോക്കി നിൽക്കുകയാണ് 100 പോലീസ്. നാണക്കേടാണ്. കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ്. നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് തുടരാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം നടത്തുന്നത്. ഇവർക്കിപ്പോൾ സമരം ചെയ്യാൻ പാടില്ല. സമരം കണ്ട പുച്ഛമാണ്. മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ KM മാണിക്കെതിരായി നടത്തിയ സമരം എന്തായിരുന്നു? ബജറ്റ് അവതരിപ്പിക്കുക പോലും ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് CPM ആണ് കേരളത്തിൽ ചെയ്തത്. ഇപ്പോൾ അവർക്ക് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവർക്ക് താക്കീതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രതിപക്ഷ നേതാക്കന്മാർ റോട്ടിലിറങ്ങില്ല, അവർക്കും വീടുണ്ടെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കാം അവരോട്, ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കാം. അവർ പറയണ കേട്ടിട്ട്, ഈ മന്ത്രിമാർ പറയണ കേട്ടിട്ട് ഞങ്ങൾ തെരുവിലിറങ്ങാതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഇരിപ്പാണ്, ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കാം. എന്താണെന്നാ വിചാരിച്ചത്? ഇവർ ഏത് ലോകത്തെ? ഇവർ മുതലാളിമാരാ. മുതലാളിത്ത സ്വഭാവമാണ് മന്ത്രിമാർക്ക്, CPM നേതാക്കന്മാർക്ക്. ഇപ്പോൾ തൊഴിലാളികളെ പുച്ഛമാണ്, ആശാസമരത്തെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്. എന്നിട്ട് ഇവരുടെ ആഭാസ സമരമാണ് അതിന് പകരം നടത്തുന്നത്. ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടേക്ക് ഇരച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത്? ആ യൂണിവേഴ്സിറ്റികളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത പോലീസിനില്ലേ? പോലീസ് നോക്കി നിൽക്കുമ്പോൾ ഇതുപോലെ വൃത്തികേട് നടന്നത്. യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ തല്ലിയത്? ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലാമോ? അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ തല്ലാമോ? ഗവർണർക്കെതിരായ സമരമാണോ അതോ ഗുണ്ടായിസമാണോ നടന്നത്? ഇന്നലെ ഗുണ്ടായിസമാണ് നടന്നത്. ഗുണ്ടായിസം. ജീവനക്കാരെ തല്ലി, വിദ്യാർത്ഥികളെ തല്ലിയിട്ടാണോ ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നത്? അത് രാജ്ഭവനിലേക്ക് സമരം ചെയ്യും, രാജ്ഭവനിലേക്ക് സമരം ചെയ്യും.